താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ. ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? നാരായണി, അവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. ഇപ്പൊ നിങ്ങളിതൊക്കെ പറയും. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ തന്നെ ഉണ്ടാവും. നിന്റെ ആട് പെറുമ്പളേ ഈ സുബൈദാക്ക് ഒത്തിരി പാല് തരണേ പാത്തുമ്മ. തരും നല്ല അടി വെച്ചു. എന്റെ ആടിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങക്ക് എന്റെ ആടിന്റെ പാലും കൂടി വേണം അല്ലേ? പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ. പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പങ്കുറങ്കുള്ളോളെ. കൊലുസു കെട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിലം ചിഞ്ചിലമോടെ മധുര നൊമ്പര മുതിരും പാട്ടിൻ നിശല കൊണ്ടുവാ. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. പാത്തുമ്മ, നിന്റെ ആട് വല്ലതും കഴിച്ചോ? ഇപ്പോ കഞ്ഞിവെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ. ഇത് കൊണ്ടുകൊടുത്തോ. എല്ലാം പോയി. ചെയ്ത്താനായി ഇബ്ലീസ് എല്ലാം കൊണ്ടുപോയി. നമ്മള് കേസ് തോറ്റു. നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. പടച്ചോന്റെയും മുത്തുനബിന്റെയും നേർച്ചക്കാരുടെയും വിധി ആണ് ബഷീറിന്റെ എഴുത്തും ദർശനവും. അഥവാ ബഷീറിന്റെ ജീവിത ദർശനം ജീവിതത്തിലേക്ക് പകർന്നതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. അനുഭവങ്ങളുടെ അതിരുകളിൽ സഞ്ചരിച്ച് തിരിച്ചു വന്ന ബഷീർ ലാളിത്യത്തിൽ ഗഹനത കണ്ടെത്തി. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. രാജകുമാരി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. കടണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്റെ പേര് പാത്തുമ്മ. ബഷീറിന്റെ പെങ്ങളാ. ഒരുപാട് ആളുകളുണ്ട്. അവരെ ഒത്തിരി ഇഷ്ടം. ആടിന് വല്ലോ കൊടുത്താ വേണ്ടേ? അതിന് കഞ്ഞിവെള്ളം കൊടുത്തതാ. ആ, ഇന്നാ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക്.